പൊറോട്ടയോടൊപ്പവും ചപ്പാത്തി, അപ്പം, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക മപ്പാസ് റെസിപ്പി നോക്കിയാലോ? കുറച്ച് വെളിച്ചെണ്ണയിൽ ആദ്യം വെണ്ടയ്ക്ക നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു വലിപ്പത്തിലൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു പാകം ആകണ വരെ ഇത് നന്നായി വഴറ്റിയെടുത്തൊന്ന് മാറ്റി വെക്കണം. അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇത്രയും ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് തക്കാളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, മല്ലിപ്പൊടിയും, ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി ഒരു 90% സെറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ കോക്കനട്ട് പൗഡറാണ് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി അധികം തിളപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കറി ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള വെണ്ടയ്ക്ക മപ്പാസ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.